കഴിഞ്ഞ ഫെബ്രുവരി 14 അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വെച്ച് എലോൺ മസ്കും നരേന്ദ്രമോദിയും നടത്തിയൊരു കൂടിക്കാഴ്ചയുടെ ചിത്രമാണ് മുകളിൽ കണ്ടത്. ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള എലോൺ മസ്ക്, ടെക്കി ബില്യണർ എലോൺ മസ്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്ന സമയത്ത് തന്റെ കുട്ടികൾ താഴെ ഇരുന്നുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഒരു ഫോട്ടോ. നമ്മൾ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ഫോട്ടോയാണത്. നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് എടുത്തു നോക്കും. തൊട്ടപ്പുറത്തുള്ള അയൽവാസിയുമായോ സുഹൃത്തുമായോ സംസാരിക്കാനായി നാം ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ കുട്ടികൾക്ക് നൽകും. മണിക്കൂറുകളോളം അവരെ പിടിച്ചിരുത്താൻ ഇത് മുഖേന നമുക്ക് സാധിക്കും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് അസോസിയേഷന്റെ ഒരു പഠനം പറയുന്നത് 2x2 റൂൾ എന്നാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നോ സ്ക്രീൻ ടൈം, 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റഡ് ടു 1 അവർ. 8 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ പഠനാവശ്യാർത്ഥം മൊബൈൽ ഫോൺ നൽകൽ നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ രക്ഷിതാക്കൾ കൃത്യമായ ഒരു ടൈം പീരീഡ് വെച്ചതിന് ശേഷം മാത്രം അവർക്ക് മൊബൈൽ ഫോൺ നൽകുക. തന്റെ കുട്ടി മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓൺലൈൻ ഗെയിമുകളിലേക്കും സോഷ്യൽ മീഡിയയിലും അമിതമായ ഉപയോഗം ഒരു പക്ഷേ മൊബൈൽ ഫോൺ അഡിക്ഷനിലോട്ട് കുട്ടികളെ നയിച്ചേക്കാം. അവരുടെ ജീവിതത്തില് ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, 8 മണിക്കൂർ പഠനത്തിനായും 8 മണിക്കൂർ ഉറങ്ങാനായും ബാക്കി വരുന്ന 8 മണിക്കൂർ തനിക്ക് താല്പര്യമുള്ള ഹോബീസിൽ കളികളിൽ ഏർപ്പെട്ടും വീട്ടുകാരുമായി ചെലവഴിച്ചും അങ്ങനെയുള്ള സാമൂഹ്യ ചുറ്റുപാടിൽ വളരേണ്ട ഒരു കുട്ടി തന്റെ പഠനവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലോട്ട് മാത്രം ഒതുങ്ങുന്ന ഒരവസ്ഥയാണ് പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്ന് പറയുന്നത്. ഈ മൊബൈൽ ഉപയോഗം കുട്ടികളിൽ ദേഷ്യം, വാശി, ശ്രദ്ധയില്ലായ്മയിൽ വെർച്വൽ ഓട്ടിസം പോലുള്ള അവസ്ഥയിലേക്ക് കുട്ടികളെ ചെന്നെത്തിക്കുന്നു. ഇവിടെ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. തന്റെ കുട്ടി എന്താണ് ചെയ്യുന്നത് കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് സമയമെങ്കിലും തന്റെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ക്ഷമയോടുകൂടി ഒരു ഹോബി ചെയ്യാനായി അവരെ പ്രോത്സാഹിപ്പിക്കണം. വായിക്കാനായി നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു നൽകി, ഒരു ടാബ് വാങ്ങിച്ചു നൽകി കുരുന്നുകൾ അതിൽ 2 ആപ്ലിക്കേഷൻ തുറക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യപ്പെട്ട് ഒരു അതിശോക്തിയും ഉണ്ടാവേണ്ടതില്ല. പുസ്തകങ്ങളിൽ തന്നെ അവർ പഠിച്ചു വളരട്ടെ. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവും അവർക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുന്നില്ല. എലോൺ മസ്കിന്റെ കുട്ടികളുടെ ചിത്രവും വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് തന്നെയാണ്. താങ്ക് യു.